മനസാന്നിധ്യമുണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തളർത്താൻ കഴിയില്ല, നമ്മുടെ വിജയത്തിന്റെ പാതയിൽ ഒന്നും തടസ്സമാകില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. കോഴിക്കോട് സ്വദേശിയായ AK ശാരികയുടെ ജീവിതകഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സെറിബ്രൽ പാൾസി ബാധിതയാണ് ശാരിക. പക്ഷേ ആ പരിമിതികളെയൊക്കെ ചവിട്ടുപടിയാക്കിക്കൊണ്ടാണ് ശാരിക വിജയത്തിലേക്ക് കയറിയത്. വീൽ ചെയറിലിരുന്ന് പരീക്ഷ എഴുതിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 922-ാം റാങ്ക് ശാരിക കരസ്ഥമാക്കിയത്. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കിട്ടോ ഇല്ലോ എന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ചെറിയൊരു റാങ്കിങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത് കിട്ടി. ഞാനത് നേടിയെടുത്തു. എൻ്റെ ശാരീരിക അവശതകൾ അതിന് തടസ്സമായതേയില്ല. ശാരിക പറയുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ് പ്രചോദനമാകുന്ന കഥ. ശാരീരിക പരിമിതികളെ മറികടന്ന് നേടിയ കഠിനാധ്വാനത്തിന്റെ സന്തോഷം ഈ ചിരിയിലുണ്ട്. സിവിൽ സർവീസ് എന്ന സ്വപ്നം അവളുടെ അധ്യാപകനും സുഹൃത്തുക്കളും മനസ്സിലിട്ട് കൊടുത്ത നാൾ മുതൽ അവൾ അത് നേടാനുള്ള പരിശ്രമത്തിലായിരുന്നു. എന്നേക്കാൾ ഫസ്റ്റ് ഞാൻ ഇതാവണമെന്ന് ആഗ്രഹിച്ചത് സാറാണ്. സാറിൻ്റെ അടുത്ത് പണ്ട് പറയായിരുന്നു, കളക്ടർ ആവണം, ഞങ്ങൾ കളക്ടർ ആക്കും എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ എനിക്ക് അന്ന് ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇനി എന്തെന്നുള്ളൊരു ഇതിൽ ഇത് മുന്നോട്ട് പോകാമെന്ന് തോന്നി. പിന്നെ ഫ്രണ്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നെ ഫ്രണ്ട് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് IAS അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമിയിലായിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ്. അവിടെ പോയി ട്രിവാൻഡ്രത്താണ് അക്കാഡമി. അപ്പോൾ അവിടെ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ് ഒക്കെ. അവിടെ നമ്മൾ ഇതുപോലെയുള്ള ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ളവർക്ക് ചിത്രശലഭം എന്ന് പറയുന്ന ഒരു ബാച്ച്, അതിലാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ജോബിൻ സാറാണ് ഞങ്ങളെ മെൻറ്റർ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശാരിക അതുവരെയുള്ള പരീക്ഷകളെല്ലാം എഴുതിയത് ഇടത്തെ കൈകൊണ്ടാണ്. വലത് കൈയുടെ 3 വിരലുകൾക്ക് മാത്രമാണ് ചലനശേഷിയുള്ളത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സ്ക്രൈബിന്റെ സഹായം തേടി 922-ാം റാങ്ക് നേടി കീഴരിയൂരിന് കൂടി അഭിമാനമാവുകയാണ് ശാരിക. 1ാം ക്ലാസ് മുതൽ ലെഫ്റ്റ് ഹാൻഡർ. ഈ പരീക്ഷയോ ഇത് സ്ക്രൈബ് വെച്ച് എഴുതിച്ച്, കാരണം സ്പീഡ് കുറവായതുകൊണ്ട് ഇതാണ് ബുദ്ധിമുട്ട്. അങ്ങനെ സ്ക്രൈബ് വെച്ച് എഴുതി. ശാരികയുടെ ഓരോ നേട്ടത്തിന് പിന്നിലും ഈ അമ്മയുടെ നിശ്ചയദാർഢ്യമുണ്ട്. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് ചിറക് വിരിച്ചു പറക്കാൻ ചിറകായി മാറിയ അമ്മ രാഖി. പഠിക്കാൻ അമ്മ കൂടെ ഒക്കെ ഇരിക്കും. സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടുപോകുന്ന അമ്മയാണ്. അച്ഛനാട്ടിലുള്ളപ്പോൾ അച്ഛൻ കൊണ്ടുപോകും, അതിപ്പോൾ അമ്മ തന്നെയാണ്. അവൾക്ക് ഇതുവരെ സ്വന്തമായിട്ടല്ല ട്യൂഷൻ അങ്ങനത്തെ ഒന്നുമില്ല, സ്വന്തം പഠിക്കുക. നമ്മുടെ സപ്പോർട്ടൊന്നും വേണ്ട, അവിടെ സ്വന്തമായിട്ടൊന്നല്ല. അവളെ സ്ഥിരം രാത്രി പുലർച്ചെ എണീക്കാൻ ഒക്കെ പാടാണ്. അതുകൊണ്ട് രാത്രി 1 മണി വരെ 12:30 വരെയൊക്കെ ഇരിക്കും. അല്ല, അവള് പറയും നിങ്ങൾ ഇരിക്കണ്ട, എന്താ വെച്ചാല് ഒക്കെ ഒരു ഇതാണ്, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ വിളിക്കുക, എന്നിട്ട് കിടത്തിയാൽ മതി. പഠിത്തം സ്വയം തന്നെയാണ്. ടൈം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ നല്ല വായിക്കും. IAS ആണ് ആഗ്രഹം. അത് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതണം. നിറഞ്ഞ ചിരിയോടെ ശാരിക പറയുന്നു. സഞ്ജു പൊറ്റമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.